ഇന്ന് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മൊത്തമായിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ട്. ഹൈഡ്രജൻ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതിനകത്ത് കുറേ ആളുകൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിന് കല്ലെറിഞ്ഞു ആ ട്രെയിന് നാശനഷ്ടങ്ങൾ വരുത്തി. എത്ര ഭീതിജനകമായ ഒരവസ്ഥയാണ്. നമ്മളുടെ ടാക്സ് കൊണ്ടുള്ള ജനങ്ങളുടെ ടാക്സ് കൊണ്ട് മേടിച്ച ട്രെയിനും അതിനെ കല്ലെടുത്തെറിഞ്ഞ് ഒരു വിഭാഗം ആളുകൾ കല്ലെടുത്തെറിഞ്ഞു ആ ട്രെയിന് നാശനഷ്ടങ്ങൾ വരുത്തുക, പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ അതിനെതിരെ ഒന്നും കേസൊന്നും ഇല്ലയോ? നമ്മുടെ ഭരണകർത്താക്കളൊക്കെ എന്തു ചെയ്യുകയാണോ? ഈ കാണുന്ന തോന്നിവാസം ഇത് ഈ നരേന്ദ്രമോദിജിയോടുള്ള വെറുപ്പാണ് ഇവന്മാരൊക്കെ ഈ കാണിക്കുന്നത്. നമ്മുടെ രാജ്യം ഇപ്പോൾ നല്ല രീതിയിൽ സമാധാനപരമായിട്ടും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. നല്ല നിലയിലെത്തി നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിന് ലോകരാജ്യങ്ങളിൽ വിലയുണ്ടായി. നമ്മുടെ രാജ്യം നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ, ഒരു പറ്റം ആളുകൾ, അത് മതപരമായോ രാഷ്ട്രീയപരമായോ ആരായിക്കോട്ടെ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ തെറ്റല്ലേ? നമ്മുടെ രാജ്യത്ത് തന്നെ താമസിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ എല്ലാ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ എന്ത് നിയമ നടപടിയാണ് ചെയ്യേണ്ടത്? അതെന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നില്ല? പിന്നെയും ഈ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പിന്നെ അത് ചെയ്യാനായിട്ടുള്ളൊരു ആലോചന ആളുകളുടെ മനസ്സിൽ പിന്നെയും ആക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും അത് ഒരു പൊതുമുതൽ നശിപ്പിക്കാൻ തയ്യാറാകരുത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ എന്തെല്ലാം തോന്നിവാസങ്ങളൊക്കെയാണ് ഈ പറയുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. അദ്ദേഹം രാജ്യം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ, അവന്മാർക്ക് ഇന്ത്യ തകരണം, ഇന്ത്യ പഴയ കാലം പോലെ വല്ലവൻ്റെ മുമ്പിൽ കൈനീട്ടണം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കണം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പുതിയ ട്രെയിൻ അതുപോലെ വന്ദേ ഭാരത് ട്രെയിൻ, അമൃത ഭാരത് ട്രെയിൻ, ഇതൊക്കെ കല്ലെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവന്മാരെയൊക്കെ ഇളക്കി വിടാൻ കുറേ ആളുകളുണ്ടായിരിക്കും. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഇതൊക്കെ. അല്ലാതെ ചുമ്മാതെ ഒരാളൊക്കെ പോയി ഇതുപോലെ ആളുകൾ പോയി നമ്മുടെ പൊതുമുതലൊക്കെ കല്ലെറിഞ്ഞ് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് പുറകിൽ വലിയ ശക്തികളുണ്ട്. അവരാണ് ഈ ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിനോടുള്ള വിരോധമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയോടുള്ള വിരോധമാണ് ഇവർക്കൊക്കെ. ഇവരൊക്കെ NIA അന്വേഷണം ചെയ്ത് പിടിച്ച് വെളിയിൽ വരാത്ത രീതിയിൽ അകത്തിടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഈ രാജ്യം ഏത് ലെവലിലോട്ടാണ് ഉയർന്നു പോയത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പഴയ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയുണ്ടെന്നുള്ള എൻ്റെ കൺസെപ്റ്റിൽ രാജ്യത്ത് ഇപ്പോഴൊക്കെ എന്ത് സുഖങ്ങളാണ് അനുഭവിക്കുന്ന ആളുകൾ, എന്തെല്ലാം ഫെസിലിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ വല്ല നാടുകളിലും ജീവിക്കുന്നവരാണ്. ട്രെയിൻ യാത്ര എത്ര സൗകര്യമായി, പുതിയ ട്രെയിനുകൾ, പുതിയ മോഡൽ ട്രെയിനുകൾ, ഹൈഡ്രജൻ ട്രെയിൻ കല്ലെറിയുന്ന വീഡിയോസൊക്കെ കാണുന്നു. വളരെ വിഷമമുണ്ട് ഇതൊക്കെ കാണുന്ന ഉടനെ. ഈ നാട്ടിലപ്പോൾ നമ്മൾ നാടിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇവന്മാർക്കെതിരെ ഈ നാട്ടിലെ ഈ നല്ല ചെറുപ്പക്കാർ ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങിയാൽ നാട്ടിലൊരു കലാപം ഉണ്ടാകും. അതിന് കാരണമാണ് നല്ല മനസ്സുള്ള നല്ല ചെറുപ്പക്കാർ ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിക്കാതെ ഗവൺമെൻറ് നിയമപരമായ രീതിയിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ആളുകളൊന്നും അതിനെതിരെ തിരിച്ചടിക്കാൻ ഇറങ്ങാത്തതിൻ്റെ കാര്യം അതാണ്. നമുക്ക് നിയമവ്യവസ്ഥയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, പട്ടാള സംവിധാനമുണ്ട്. അവർ പിടിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ RSS സംഘടന, BJP RSS സംഘടനയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, RSSൻ്റെ വനിതാ സംഘടനയും പുരുഷ സംഘടനയൊക്കെ രണ്ട് രീതിയിലുണ്ട്. പിന്നെ കുട്ടികളുടെ സംഘടന, ഇതൊക്കെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളൊക്കെയാണ്.
പ്രിയപ്പെട്ട നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളൊക്കെയാണ്. നമ്മുടെ ആർമി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആർമിയാണിത്. RSS എന്താ സംഘടന. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് രാജ്യത്തിൻ്റെ കൂടെ, ഞങ്ങളുടെ മോദിജിയുടെ കൂടെ. ഈ രാജ്യം ഏത് ലെവലിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണേലും കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരാണേലും ഞങ്ങളെല്ലാം മോദിജിയുടെ ഭരണത്തിൽ വളരെ സന്തോഷവാനാണ്, സന്തുഷ്ടരാണ്, വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ട് മോദിജി കാരണം. ഇപ്പോൾ അദ്ദേഹത്തിനോട് ഇത്ര വിരോധം കാണാൻ ഇതൊക്കെ പ്രത്യേക ഒരു ഗ്രൂപ്പിൽ ആളുകൾക്കാണ് ഇദ്ദേഹത്തിനോട് ഇത്ര വിരോധം. കാര്യം രാജ്യം നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം ഈ ട്രെയിനൊക്കെ വന്ദേ ഭാരത് ട്രെയിന്, അമൃത ഭാരത് ട്രെയിന്, ഹൈഡ്രജൻ ട്രെയിന്, ഇതിനൊക്കെ കല്ലെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തിൻ്റെ കുത്തിക്കിഴപ്പാണ് ഇവന്മാർക്ക്? ഇവരെയൊക്കെ പിടിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇവരെ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കാര്യം നാളെ ഒരുത്തൻ ഇത് ആവർത്തിക്കരുത് ഇതുപോലെ. അതെ, ആ ട്രെയിനകത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ? ഈ കല്ല് എറിഞ്ഞ് ഗ്ലാസ് പൊട്ടി അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരാണ് ഉത്തരവാദി? അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട മോദിജിയുടെ മണ്ടക്കോട്ടിടും. ഇതൊക്കെ അദ്ദേഹമൊക്കെ ഈ ഞാഞ്ഞൂലുകളെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പോലീസും പട്ടാളം സംവിധാനവും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മളീ പറയുന്ന പോലെ നമ്മുടെ മുത്തച്ഛൻ എന്ന് പറയാം, നമ്മുടെ അച്ഛൻ അല്ലെ മുത്തച്ഛനായ അദ്ദേഹം പോട്ടെ കുട്ടികൾ തെറ്റുകൾ കാണിക്കുന്നത് നമ്മളതിനെ തിരുത്തി മാറ്റി മുമ്പോട്ട് പോകാനുള്ള രീതിയിൽ ശ്രമിച്ചു കൊണ്ട് പോകുന്നത് കാരണമാണ്. ഇല്ലല്ലോ, അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇവനൊക്കെ തല പൊത്തുവോ? ഇല്ലല്ലോ. ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ റെയിൽവേ സംവിധാനം, പിന്നെ നമ്മുടെ ബസ്സുകളാണേലും നമുക്കറിയാം പുതിയ മോഡലിലെ ബസ് ഇറങ്ങുന്നതൊക്കെ. ബസ്സിൻ്റെ കാര്യം വിടും. ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവർക്ക് കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവർക്കൊക്കെ ട്രെയിൻ സംവിധാനങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കുറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരെ വരുന്നതിന് വേണ്ടി ജസ്റ്റ് എത്ര മണിക്കൂറാണ്? രാവിലെ 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു അമൃത ഭാരത് വന്ദേ ഭാരത് ഒരു എക്സ്പ്രസ് ഒരെണ്ണം തിരിച്ചു കഴിഞ്ഞാൽ രാവിലെ 6, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5 മണി, 10, 11 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് എത്തുന്നുണ്ട്. 11 മണിക്കൂർ, 10 മണിക്കൂർ, 11 മണിക്കൂർ അതിൻ്റെ ആവശ്യമുള്ളൂ. രാവിലെ 6 മണിക്ക് ട്രെയിൻ കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ എറണാകുളത്തെത്താം ബാംഗ്ലൂരിൽ നിന്ന്. എന്ത് സംവിധാനമാണ് അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്നത്. ഈവൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ ഈ ഹൈദരാബാദിൽ നിന്ന് തിരുപ്പതി വരെ പോകുന്നതിന് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പോവുകയാണെങ്കിൽ രാവിലെ ഉച്ചക്കത്ത് 2 മണിക്കത്തെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാത്രി 12 മണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു. രാത്രി 12 മണിയാകും. രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്ക് കയറിയാൽ ഞങ്ങളുടെ നൽകൊണ്ടയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ രാത്രിയിൽ 1 മണി 2 മണിയാകുമ്പോഴത്തേക്ക് തിരുപ്പതിയിലെത്തും. ഈ അമൃത ഭാരതമുണ്ട്, വന്ദേ ഭാരതമുണ്ട്. ജസ്റ്റ് ഞങ്ങൾക്ക് എത്ര 3, 4, 5 മണിക്കൂർ കൊണ്ട് തിരുപ്പതിയിലെത്താം. അപ്പോൾ ഇതുപോലെ ജനങ്ങൾക്ക് സംവിധാനങ്ങൾ, ഇതുപോലെ സൗകര്യങ്ങൾ ഒരുക്കി തന്ന അദ്ദേഹത്തിനോട് എന്തിനാണ് ഇത്ര കലിപ്പ് നമുക്കറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിഭവങ്ങൾ എല്ലിനടി കയറിയമാരുടെ കുത്തിക്കഴപ്പാണ്. നമ്മുടെ പട്ടാളം, നമ്മുടെ പോലീസുകാരൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളൂ ഇവർക്കൊക്കെ. എന്തൊക്കെയായാലും മോദിജി അദ്ദേഹമൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ഹീറോയാണ്, ആരാധ്യ പുരുഷനാണ്, ദൈവം കഴിഞ്ഞുള്ളൊരു സ്ഥാനമാണ്. ഞങ്ങളെപ്പോലുള്ള ഞാൻ ഒരു ഹിന്ദുവാണ്. അത് ഹിന്ദു എന്നല്ല, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നുമില്ല. അദ്ദേഹം എല്ലാവർക്കും സമനാണ്. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി നല്ല കാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ജയ് ഭാരത്, ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.